ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് രാവിലെ അങ്ങോട്ടേക്ക് പോകാം. മന്ത്രി സജി ചെറിയാനാണ് പതിവ് നടത്തത്തിന്റെ ഭാഗമായിട്ട് ബീച്ചിലേക്ക്. മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് സ്വന്തം ജില്ലയിലേക്ക് വന്നപ്പോ? സ്വന്തം ജില്ല എന്ന് പറയുമ്പോൾ അടിച്ച് തകർക്കല്ലേ? തകർക്കുകയാണോ? പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമല്ലേ? അതാ വന്ന് വൈക്കത്തുനിന്ന് തവണക്കടവിലേക്ക് വരുമ്പോൾ തന്നെ അത് മാറ്റം കണ്ടു തുടങ്ങിയല്ലോ. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തമായിരുന്നു കേരളം മൊത്തം. എങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ജില്ലയായി ആലപ്പുഴ മാറ്റണമെന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസം അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ്. എൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഞങ്ങൾ 2 മന്ത്രിമാരും നേരിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങൾ നേരിട്ടും ഓൺലൈനിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനം വലിയ തരത്തിൽ 10,000 ആ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഓരോ ബൂത്തിൽ നിന്നും ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ ഈ നവകേരള സദസ്സിലേക്ക് എത്തിച്ചേരണം. ഇന്നലെ നമ്മൾ ചേർത്തലയിലും അരൂരൊക്കെ എത്തിയപ്പോൾ അസാധ്യമായ ജനക്കൂട്ടത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അല്ല, അതിന്റെ പിന്നെ അതിനേക്കാൾ വലിയ പങ്കാളിത്തമായിരിക്കും ഇപ്പൊ രാവിലെ തുടങ്ങാൻ പോകുന്നത്. അരൂരും ചേർത്തല അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട, സാമ്പിൾ മാത്രമാണ്. ബാക്കിയും വെടിക്കെട്ട് വരാൻ പോകുന്നുള്ളൂ. അയ്യോ ഭയങ്കരമായിരിക്കും. ഞാനിപ്പോ നമ്മുടെ ജില്ലയിൽ തന്നെ പിന്നെ ഒരു മത്സരം ഉണ്ടല്ലോ, ഏത് 1ാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി. അല്ല, ഈ മന്ത്രിമാര് തമ്മിൽ മത്സരമുണ്ടോ? സ്വന്തം ജില്ലയിലേക്ക് വരുമ്പോൾ ആളെ കൂട്ടണം, അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെയല്ല. ആരോഗ്യകരമായ മത്സരം. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഐക്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ, ഒരു കെമിസ്ട്രി ആലപ്പുഴ ജില്ലയിലെ ഭരണപരമായ കാര്യത്തിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി ആലോചിക്കും ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ മുതലേ സഹപ്രവർത്തകരെ പ്രവർത്തിച്ചവരാണ്. അതിൻ്റെ ഈ കോംപ്ലക്സ് ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നവകേരള സദസ്സ് നടത്തുന്നതിന് ഞങ്ങൾ ഒരേ അവസ്ഥയിൽ, ഉദാഹരണം ഒരു പ്ലേസ്, നമ്മൾ നവകേരള സദസ്സ് വരുന്ന സ്ഥലം പോലും ഞങ്ങൾ കൂടി ആലോചിച്ച് ചില സ്ഥലങ്ങൾ മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ചേർത്തല നമ്മൾ ആദ്യം നിശ്ചയിച്ചല്ല, പിന്നെ അടുത്ത് ഞങ്ങൾ കൂടി ആലോചനയിൽ ആ സ്ഥലം മാറ്റിയിട്ടാണ് സെൻറ്റ് മൈക്കിൾസിലോട്ട് മാറ്റുന്നത്. ചെങ്ങന്നൂർ ഞങ്ങൾ സ്ഥലം മാറ്റി ക്രിസ്ത്യൻ കോളേജിലോട്ട് മാറ്റി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തെ സംബന്ധിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തിലും ആളുകൾ വരുന്ന രീതിയെപ്പറ്റി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗവൺമെൻറ് പരിപാടി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തുന്നത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങളിതെല്ലാം ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ള ഒരു പിന്തുണ, ഗവൺമെൻറ്റിനുള്ളൊരു പിന്തുണ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വരുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടും. 2 തരത്തിൽ ശക്തിപ്പെടും. ഒന്ന്, രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വന്നാൽ അത് ഏറ്റവും ശക്തമായ പ്രതികരണം ഉണ്ടാകുന്ന ആലപ്പുഴയായിരിക്കും. ആലപ്പുഴയിലെ മണ്ണെന്ന് പറയുമ്പോൾ പിന്നെ ഒരു പ്രത്യേക മണ്ണാണ്. കാരണം പിണറായി പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഇങ്ങനെ അക്രമം അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താൻ വരുമ്പോൾ അതിശക്തമായ പ്രതികരണമായിരിക്കും ആലപ്പുഴ ജില്ലയിൽ വരുന്നത്. കാരണം ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. 2 ആലപ്പുഴയോട് നീതി കാണിച്ച ഒറ്റ ഒരു ഗവൺമെൻറ്റാണ്. 7 വർഷം കൊണ്ട് എത്ര ആയിരം കോടി രൂപയാണ് ആലപ്പുഴ മുടക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ പട്ടണത്തിലോട്ടിറങ്ങുക, ആലപ്പുഴയുടെ മുഖം മാറിയ ഒരു കാലമല്ലേ 7 വർഷം. ഏത് രംഗത്താണ്? ഇപ്പോൾ നമ്മുടെ KSD, പിന്നെ ടെക്സാൻ ഫാർമസ്യൂട്ടിക്കൽസ് മാത്രം എടുക്കുക. ഞാൻ ആലോചിക്കുക, 2016 ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. ഇത് എത്ര ദയനീയമായ ഒരു ഒരു ആരോഗ്യ സ്ഥാപനമായിരുന്നു. 7 വർഷം കൊണ്ട് അതിന് വന്നിരിക്കുന്ന മാറ്റി എത്ര കോടിയാണ് സർക്കാർ കൊടുത്തത്. അത് വിൽക്കാൻ തീരുമാനിച്ചല്ലോ. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനമായി മാറി. കേരളത്തിന് ആവശ്യമായ എല്ലാ മരുന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ ആലപ്പുഴയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആലപ്പുഴയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ, ആലപ്പുഴയിലെ റോഡുകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലോ. ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റോഡ് മാത്രം എടുത്തപ്പോൾ ഈ 700 കോടി രൂപ മുടക്കി നടക്കുന്ന റോഡ് എന്താ ചെയ്തിരിക്കുന്നത്? നാഷണൽ ഹൈവേ, തീരദേശം, ഏത് മേഖല, കുട്ടനാട് കാർഷിക മേഖല, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അതും പിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് വിവാദം ഉണ്ടാക്കുന്നല്ലാതെ ക്രിയേറ്റീവായി നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു നന്ദി രേഖപ്പെടുത്താൻ ഒരു അവസരമാണ്. അപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും വരുമ്പോൾ സഖാവേ ലാൽ സലാം, ആലപ്പുഴയ്ക്ക് തന്ന ഈ നന്മയ്ക്ക് നന്ദി എന്ന് രേഖപ്പെടുത്താൻ കൂടി ഒരവസരമാണ് ജനങ്ങൾ വരികയാണ്. അപ്പോൾ ഇന്നലത്തെ നല്ല തുടക്കം ഇന്ന് നാളെ കൂടെ അങ്ങോട്ട് തകർക്കും. മണ്ണിലെ നടപ്പ് എങ്ങനെയുണ്ട്? നമ്മുടെ ഇതുവരെ റോഡില്ലല്ലോ. ഗംഭീര നടപ്പല്ലേ? ഇത് നടക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നിങ്ങളെ കണ്ടുകൊണ്ട് കയറിയതാണ്. ഈ മണ്ണിനകത്ത് നടന്നു കഴിഞ്ഞാൽ കാല് പറ്റും, അങ്ങോട്ട് പോകണം. മിനിസ്റ്ററെ,
ഈ 10 ജില്ലകൾ കടന്ന് നമ്മൾ 11ാമത്തെ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 11 ജില്ലകൾ കടന്നു വരുമ്പോൾ നവകേരള സദസ്സിലൂടെ സർക്കാരിന് കിട്ടിയിരിക്കുന്ന ആത്മവിശ്വാസം. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഈ കേരളത്തിൽ സംസ്ഥാന ഭരണം കാലങ്ങളോളം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും. എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പറയുന്നതിന് കാരണം കേരളം ഭരിക്കാൻ ഇനിയും വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. സമാധാനം, സ്വസ്ഥത, ശാന്തമായി ജീവിക്കാനുള്ള അന്തരീക്ഷം കേരളത്തിലുണ്ട്. വർഗീയലാവില്ല. മതേതരമായ ഒരു സംസ്ഥാനമായി കേരളം മാറി. നല്ല വികസനം, ലോകത്തിലെ വികസിതമായ രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലേക്ക് നല്ല വികസനം. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു പോയിന്റാണ്. അതായത് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു തുടർച്ചയായ ഭരണം കേരളത്തിൽ വേണമെന്ന ചിന്ത വന്നു കഴിഞ്ഞു. എന്താണെന്നറിയോ, 57 മുതൽ ഈ മാറി മാറിയുള്ള ഭരണം കേരളത്തിൻ്റെ വികസനത്തെയും കേരളത്തിൻ്റെ വളർച്ചയും തടഞ്ഞു. 57 ഗവൺമെൻറ് 59 പിരിച്ചുവിട്ടില്ലായിരുന്നു. ഇവർ കാണിച്ച ഏറ്റവും വലിയ ക്രൂരത ആ ഗവൺമെൻറ് പിരിച്ചുവിട്ടാണ്. ഇന്ന് കാണുന്ന കേരളം ഇതായിരിക്കത്തില്ലായിരുന്നു. വലിയ തരത്തിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ഓരോ രംഗത്തെ മാറ്റം എടുത്ത് പരിശോധിച്ചാൽ കേരളം നമ്മൾ പിന്നോട്ടങ്ങ് പോയി. അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, നമ്മൾ ഒരു സ്റ്റേറ്റിൽ ഏൽപ്പിച്ചവർ ഭംഗിയായി കാര്യം നടത്തുന്നുണ്ട്. സംശുദ്ധമായ ഭരണം, അഴിമതിയില്ല, അക്രമമില്ല. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു തുടർച്ചയായ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ഞങ്ങൾ സുരക്ഷിതരാണ്. പിന്നെ ഭരണമാകുമ്പോൾ ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു. ഇപ്പോൾ കേന്ദ്രം 60,000 കോടി രൂപ തരാനുണ്ട്. ഈ വർഷം തന്നെ അത്രയും പണം നമുക്ക് കിട്ടുക ഒരു സമയത്ത് കിട്ടിയില്ല, എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കാനുള്ള പ്രശ്നം. കോവിഡ് വന്നു, ഓഖി വന്നു, പ്രളയം വന്നു. ഇങ്ങനെ പ്രയാസങ്ങൾ പല രൂപത്തിൽ വരും. നമ്മളതിനെല്ലാം അതിജീവിക്കും. കാരണം ജനങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട്, മന്ത്രിസഭയോട് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, വീണ്ടും നമ്മൾ അധികാരത്തിലേക്ക് തുടർച്ചയായി വരും. പിന്നെ ആ അധികാരത്തിലേക്ക് വരുന്നതിന് സഹായകരമായ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടാകും. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസമുണ്ട്. ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യം. കേരളം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയതാണ്. അപ്പം ജനങ്ങളുടെ പിന്തുണ ഇത്രയും കിട്ടുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. ഈ ഗവർണർ, പക്ഷേ നമ്മൾ ഈ നവകേരള സദസ്സിനിടയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി വന്നത് ഗവർണറുടെ നീക്കങ്ങളും നടപടികളും ഒക്കെ ആയിരുന്നു. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? കാലിക്കറ്റ് സർവകലാശാല ഹൗസിലൊക്കെ പോയി താമസിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ നേരിടുമെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ആരോടാണ് ഈ വെല്ലുവിളി? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് അദ്ദേഹം. ആരെയും വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം ഗവൺമെൻറ്റുമായി സഹകരിക്കണം. കാരണം അദ്ദേഹത്തിന് കുറച്ച് അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. ഇത് സഹകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതിനൊരു രാഷ്ട്രീയമുണ്ട്. അത് RSS കൊടുക്കുന്ന നിർദ്ദേശപ്രകാരമുള്ള രാഷ്ട്രീയമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മേടിച്ചോട്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് അത് ബുദ്ധിമുട്ടിക്കുന്നത്. അതായത് മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്, ഗവർണർ രാജ്ഭവനിലിരുന്ന് ഗവർണറുടെ ജോലി ചെയ്താൽ കേരളം വകവയ്ക്കും, അതല്ലാതെ BJP ഓഫീസിലിരുന്ന് പണി നടത്തിയാൽ അത് അംഗീകരിക്കില്ല. ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് ഒരു ഭയമില്ല. ഞങ്ങളെ വിരട്ടാൻ വന്നാൽ ഒരു വിരട്ടിൽ ഞങ്ങൾ വിധേയരാകത്തുമില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഏതാണ്ട് എഴുതി കൊടുത്ത് അങ്ങ് ചെയ്യട്ടെ. ഞങ്ങൾ ഈ അധികാരത്തിന്റെ പുറകെ നടന്ന് കടിച്ചു തൂങ്ങുന്നതൊന്നുമല്ല. എന്തും നേരിടാനുള്ള മനസ്സുള്ളവരും അതിനുള്ള കരുത്തുള്ളവരാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം. അതാണല്ലോ തീ കൊണ്ട് തലയൊറിയെന്ന് പറയുന്നത്. ഞങ്ങളൊരു ചുക്കും ചെയ്യാനില്ല. ആ വെരിഫിക്കേഷൻ ഉണ്ട്. 57 ഗവൺമെൻറ് മുതൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ കേരളത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്നല്ലോ വരുന്നത്, ആലപ്പുഴ എത്തിയല്ലോ. അവരുടെ ഭൂപ്രശ്നം ഒരു നിയമ ഭേദഗതി ഉണ്ടെന്നല്ലോ. ആരോട് വിരോധിച്ചത് ഉൾപ്പെടാത്തത്? ഇപ്പം ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാൻ നമ്മൾ തീരുമാനിച്ച് അവിടെ നിൽക്കട്ടെ. അത് ഒപ്പിടുന്നില്ലെങ്കിൽ അത് പറയാം. അത് അദ്ദേഹത്തെ മാറ്റുന്നതിന് പോകാം. ഭൂപ്രശ്നത്തിൽ പാവപ്പെട്ട കൃഷിക്കാരനെ ദ്രോഹിക്കുന്നതിന് സഹകരണ മേഖല അഴിമതി തടയാൻ വേണ്ടി കൊണ്ട് നിയമഭേദഗതി ഒപ്പിടാത്തത് കൃത്യമായ രാഷ്ട്രീയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ രാഷ്ട്രീയമാണ് ഈ രംഗത്തെല്ലാം നടപ്പാക്കാൻ അദ്ദേഹത്തെ വിനിയോഗിക്കുന്നത്. അതൊന്നും കേരളത്തിൽ ചിലവാകില്ല. ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്നത് പ്രശ്നം ഉദിക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആലപ്പുഴ ബീച്ചിലൂടെ നമുക്ക് ചായ കുടിച്ചിങ്ങനെ ശരത്ത്
വിത്ത് കോഫി. ഇന്നൊരു അല്ല, ഞാൻ അനുകരണങ്ങളിൽ വിശ്വസിക്കുന്നില്ല. എന്നാ പിന്നെ ശരത്ത് വിത്തൗട്ട് കോഫി. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതായതുകൊണ്ട് സ്നേഹപൂർവ്വം ഞാനത് ഏറ്റെടുക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം അറിയോ? ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. അതായത് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഞങ്ങള് പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അസ്ഥാനത്തായി പോയി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച ഇത്രയും പേരില്ല. അപ്പൊ അതൊക്കെ അങ്ങോട്ടും കണക്കൂട്ടൽ തെറ്റി. അതായത് ജില്ലയിലേക്ക് വന്നു കയറിയത് അരൂരിലൂടെയാണ്. അരൂര് അങ്ങേയറ്റത്തെ ജില്ല, കോൺസ്റ്റിറ്റ്യുവൻസി, ചേർത്തല, കിടുക്കിയോ? അല്ല, ഞങ്ങൾ ഒരു 25,000 ആളെ കൂട്ടാനുള്ള പണിയൊക്കെ അല്ലേ. അത് കൈവിട്ട് പോയില്ലേ. ആളുകൾക്ക് ഭയങ്കര ആവേശം. എല്ലാ വീട് വിട്ട് പോകുന്നില്ലേ. ഞാൻ ചേർത്തലയിലെ സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ട് കണ്ടിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഗ്രൗണ്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഒരു തരി മണ്ണിടാൻ 50,000 പേർക്ക് ആ ഗ്രൗണ്ടിൽ ഇരിക്കാൻ പറ്റും. പിന്നെ റോഡിൽ ഇരിക്കാം. അവിടെയൊക്കെ 10,000 നമ്മൾ കാണുന്നതിന് അത് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ എസ്റ്റിമേറ്റ് എല്ലാം പോയി. അരൂര് തന്നെ ഞങ്ങളുടെ എസ്റ്റിമേറ്റ് പോയി. ഇനിയിപ്പം നടക്കാൻ പോകുന്ന അതിനൊക്കെ വരുമ്പോൾ ഭയങ്കരമായിരിക്കും. അപ്പം ഇതിലേക്കൊക്കെ ആളുകൾ വരുന്നതിൻ്റെ ഒരു കാര്യം, അവർക്ക് സർക്കാരിനെ കാണാം, സർക്കാർ പറയുന്നത് കേൾക്കാം. അതുപോലെ തന്നെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ താല്പര്യം, ഇതിലൊക്കെയാണ്, അതൊക്കെ കൊണ്ടുകൂടിയാണ് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട്, ആലപ്പുഴക്കാരോട് മന്ത്രി പറയുന്നത് എന്താണ്? ശരത്തെ, ഈ ആലപ്പുഴ നന്ദി പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് പിണറായി വിജയനോടും ഗവൺമെന്റിനോടും. ശരത്ത്, 2016 ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി. ഇത്ര പിന്നോക്കം പോയ ഒരു ജില്ല. പല കാരണങ്ങളാണ്, ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. ഇവിടെ ബഹുമാന്യ ശ്രീ എ കെ ആന്റണി സാറ്, ബഹുമാന്യ ശ്രീ വയലാർ രവി, കെ സി വേണുഗോപാൽ, കൊടിക്കുന്ന് സുരേഷ്, രമേശ് ചെന്നിത്തല, പിന്നെ ഉമ്മൻചാണ്ടി ജനിച്ച സ്ഥലമാണ്. എൻ്റെ നാട്ടിലാണല്ലോ ജനിച്ചത്. ഇനി ആരെങ്കിലും കോൺഗ്രസ് വേണോ? ഇനി വേണ്ടല്ലോ. ഇനിയൊക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ട് എല്ലാ നേതാക്കളുമായി ഇവര് ജനിച്ച് വളർന്ന, നമുക്ക് കൊണ്ടുപോകും. ഇവര് ജനിച്ച് വളർന്ന ഒരു സ്ഥലത്ത് ഈ ജില്ലയോട് അവരെന്തെങ്കിലും നീതി കാണിച്ചു? എന്തെങ്കിലും ഒരു നീതി? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ക്യാമറയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ നിൽക്കുന്ന ബീച്ചിലെ നമ്മുടെ ഈ കാണുന്ന ആലപ്പുഴ ബൈപ്പാസ്. ആലപ്പുഴ ബൈപ്പാസ് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു 4-5 മണിക്കൂർ എടുക്കും. കാരണം കേരളത്തിൽ ഇത്രയേറെ കാലം ഒരു ബൈപ്പാസ് പണിയാൻ എടുത്ത് 40 വർഷമായി. ബൈപ്പാസിന്റെ പേരിൽ ആലപ്പുഴയിൽ മത്സരിച്ച ഒരാള് ഏതാണ്ട് 2-3 പ്രാവശ്യം വിജയിച്ചത് ഈ ബൈപ്പാസിന്റെ പേരിൽ. പക്ഷെ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് എങ്ങനെയാ? ജി സുധാകരൻ മന്ത്രിയായി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ബൈപ്പാസ് യാഥാർത്ഥ്യമായി. ഇതല്ലേ വസ്തുത. അപ്പൊ ഇപ്പൊ ഞാൻ മുമ്പേ നിങ്ങളോട് തന്നെ പറഞ്ഞു, പിന്നെ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമ ഡിസ്ട്രിബ്യൂട്ടർ, KSDP, നമ്മുടെ നാഷണൽ ഹൈവേ, നമ്മുടെ പിന്നെ റോഡുകൾ, ഇങ്ങനെ നമ്മുടെ ആലപ്പുഴ നഗരത്തിൽ വന്ന ഒരു വൃത്തിയും ഇതുണ്ട്. നമ്മുടെ ഗ്രാമീണ റോഡുകൾ, എല്ലാ മേഖലയിലും, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ വന്ന് മാറ്റം എന്താ? എല്ലാ ജില്ലാ ഹോസ്പിറ്റലിലും എത്ര 1000 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്നു. തുറവൂർ പറയുന്നുണ്ട്. ഈ കാലയളവിൽ മെഡിക്കൽ കോളേജ് വന്നു. അതുപോലെ തന്നെ അതിന്റെ വികസനം, ഞാൻ ഓർക്കും 2014 സർക്കാർ വന്നപ്പോഴാണ് വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയത്. അത് കഴിഞ്ഞ് തുടർന്നുള്ള വർഷങ്ങളിലും ഈ സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിന്റെ വികസനം നടത്തിയിട്ടുണ്ടോ? വലിയ തരത്തിലല്ലേ മെഡിക്കൽ കോളേജ് വികസനത്തിന് എത്ര 1000 കോടി രൂപയാണ് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തുറവൂര് ഹോസ്പിറ്റല്, മാവേലിക്കര ഹോസ്പിറ്റല്, ചെങ്ങന്നൂർ ഹോസ്പിറ്റല്, കായംകുളം ഹോസ്പിറ്റല്, കുട്ടനാട് ഹോസ്പിറ്റൽ, ഇതിനൊക്കെ 1000 കോടി രൂപ മുടക്കി പുതിയ ജില്ലാ ഹോസ്പിറ്റൽ എല്ലാ കെട്ടിടങ്ങൾ, താലൂക്ക് ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ എല്ലാ രംഗത്തും ആലപ്പുഴ ഇപ്പോൾ മികച്ച ജില്ലയായി മാറി. വികസനത്തിൽ എല്ലാ ജില്ലയും മാറി, പക്ഷെ ആലപ്പുഴ നല്ലതുപോലെ മാറി. അതിൻ്റെ ഒരു നന്ദി പറയണ്ടേ? മനുവിതൊക്കെ കണ്ട് നടന്ന് കാണുകയാണ്. അപ്പൊ ഇത് പറഞ്ഞേ, ഞാൻ എന്നോട് പറഞ്ഞു. അപ്പൊ എന്താ ആലപ്പുഴക്കാർക്ക് ഒരു കാര്യമുണ്ട്, നിൽക്കുന്നിടത്ത് നിൽക്കും. നമുക്കൊരു കൂറുണ്ടല്ലോ, സ്ഥലത്ത് അറിയാമല്ലോ. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് എന്നും നിൽക്കുന്നവരാ. അവസരവാദം ഒന്നും കാണിക്കത്തില്ല. പിണറായി വിജയനോടൊപ്പം ഞങ്ങളങ്ങ് നിൽക്കുക, ഗവൺമെന്റിനോടൊപ്പം ഞങ്ങളങ്ങ് നിൽക്കുക. അപ്പൊ ഞങ്ങളൊരു ലാൽസലാം പറയണ്ടേ, ഒരു നന്ദി, താങ്ക് യു. വേദികളിൽ കാണുന്നത് അതെ, നന്ദി രേഖപ്പെടുത്താൻ പറ്റുക. പരാതിയൊന്നും ഞങ്ങൾക്കില്ല. മനു, നമ്മളിപ്പോൾ മിനിസ്റ്റർ ഈ ബൈപ്പാസിനെ കുറിച്ച് സംസാരിച്ചു. 40 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ബൈപ്പാസാണിത്. അതേസമയം തന്നെ തൊട്ടിപ്പുറത്ത് പുതിയ തൂണുകൾ കാണാം. അതായത് ദേശീയപാത വികസനത്തിന് വേണ്ടി 40 വർഷം കൊണ്ട് പണിത ബൈപ്പാസിന് തൊട്ടടുത്ത് 4 മാസം 6 മാസം കൊണ്ട് സമയബന്ധിതമായി നടപ്പാക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 40 വർഷം കൊണ്ട് ചെയ്യാത്തത് ഞങ്ങൾ ചെയ്തു. അല്ല, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ദേശീയപാത വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യത്താകെ പാത നിർമ്മിക്കാൻ ഉത്തരവാദപ്പെട്ട ഏജൻസി NHAI ആണ്, ദേശീയപാത അതോറിറ്റിയാണ്.
അത് നിശ്ചയമായും കേരളത്തിലും വേണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ദേശീയപാത വികസനം സ്തംഭിച്ചു പോയതാണ്, പൂട്ടിക്കെട്ടിപ്പോയതാണ്. അപ്പോൾ അത് പിന്നെ എങ്ങനെ പുനഃസ്ഥാപിക്കാനായി? അതിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കേരളം അത് തുടങ്ങി വെക്കാൻ വേണ്ടി 2016 സർക്കാർ എന്താണ് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നതുകൂടി. നമ്മൾ ദേശീയപാത വികസനം 27 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇതിന് ഈ അളന്ന് കുറ്റിയിടാൻ വേണ്ടി പരിശ്രമം നടത്തുക. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം വന്നു. എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കലിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം വന്നു. കേരളം മൊത്തം വന്നു. നമുക്ക് നമ്മുടെ ജില്ലയിൽ 100 കിലോമീറ്ററാണ് ഈ ദേശീയപാത. അപ്പോൾ അതിന് ഒരു ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് നല്ല ആശ്വാസകരമായ ഒരു പാക്കേജ് ഉണ്ടാക്കി ഇത് കൊടുക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട സംസ്ഥാന ഗവൺമെൻറ് അല്ലേ. സംസ്ഥാന ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ദേശീയപാതക്കാരെന്ത് ചെയ്തു? അവർ ആഫീസും പൂട്ടി താക്കോലും കൊണ്ടുപോയി. അപ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് റീഓപ്പൺ ചെയ്തു. റീഓപ്പൺ ചെയ്തപ്പോൾ അവർ നടത്താതിരിക്കാനൊരു ഡിമാൻഡ് വെച്ചു. അവർ വലിയ ബുദ്ധിമാന്മാരാണല്ലോ. കാരണം കേരളത്തിൽ ദേശീയപാത വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് ഗുണമുണ്ടാവുമല്ലോ. അവർ വെച്ചൊരു ഡിമാൻഡ് ഭൂമി ഏറ്റെടുത്ത് തരണം, അതിൻ്റെ ഇത്ര ശതമാനം പണം തരണം. ഈ ലോകത്തെങ്ങും ഇങ്ങനൊരു സംഭവമില്ല. ഇന്ത്യ റോഡ് സ്റ്റേറ്റും അങ്ങനെയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ഭൂമി ഏറ്റെടുപ്പിക്കാൻ വന്നപ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പറയും ഞങ്ങളില്ല, നിങ്ങൾ വേണം എടുത്തോളാൻ പറയും. പക്ഷെ നമ്മളെ ജില്ല 5800 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത് ഭൂമി ഏറ്റെടുത്തു. ഇപ്പോൾ എല്ലായിടവും പറഞ്ഞു നമ്മുടെ. അതുകൊണ്ടാണോ നിതിൻ ഗഡ്കരി പിണറായി സർക്കാരിനെ പല വേദികളിലും തുറന്ന് പ്രശംസിച്ചത്? നിതിൻ ഗഡ്കരി മാത്രമല്ല, ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു വിഭാഗം മന്ത്രിമാർ, ഞാൻ ആത്മാർത്ഥത്തോട് പറയുക, വ്യക്തിപരമായി നമ്മളെ കാണുമ്പോൾ, പരസ്യമായി പറയുന്ന മന്ത്രിമാരുണ്ട്, നമുക്ക് ഭയങ്കരമായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗുഡ്സ്, കേരള ഈസ് ഗുഡ്സ്, നിങ്ങളുടെ ഭരണ മികവ് ഗുഡ്സ്. അത് നമ്മളോട് പറയുന്നത് അവരുടെ മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പിൻ്റെ അവാർഡുകൾ. പക്ഷേ പണം തരുന്ന കാര്യം വരുമ്പം പിശുക്ക. അല്ല, പണം തരാതെ ഇരിക്കാൻ പറ്റത്തില്ല. സാധനം തന്നെ ഞങ്ങൾ മേടിക്കും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് 3.5 കോടി ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്തിയില്ലേ ഞങ്ങൾ പോകുന്നത്. തരാതിരിക്കാൻ എന്താ? അതൊക്കെ തരും. ഞങ്ങളിപ്പോൾ കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തരാനുള്ള കാശ് എന്നാൽ മതി, ഫ്രീ ആയിട്ടൊന്നും വേണ്ട. പിന്നെന്തിനാ സുപ്രീം കോടതി പോയത്? സുപ്രീം കോടതി പോകുന്നത് നിയമപരമായി നോക്കണ്ടേ, രാഷ്ട്രീയമായി നോക്കണ്ടേ? നിയമം മാത്രം കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയമായി ഞങ്ങളിപ്പോൾ പരിചയല്ലേ. ആലപ്പുഴ വന്ന് കേരളം മൊത്തം നടത്തിയപ്പോൾ എന്താ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഈ പണം തരുന്നില്ല, ഇത് വാങ്ങിത്തരാൻ നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഏടിയല്ലേ.